ഹലോ, ഇന്നത്തെ മോർണിംഗ് യാത്ര ഖത്തറിലുള്ള എഡ്യൂക്കേഷൻ സിറ്റീൻ്റെ അടുത്തുള്ള ഓക്സിജൻ പാർക്കിലേക്കാണ്. വണ്ടി നമ്മൾ താഴെ പാർക്ക് ചെയ്താൽ എസ്കലേറ്റർ വഴി മുകളിലേക്ക് എത്താം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മോർണിംഗ് വാക്കിന് പറ്റിയൊരു സ്ഥലമാണ് ഓക്സിജൻ പാർക്ക്. രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ നമുക്കധികം ചൂടും ഉണ്ടാവില്ല, അധികം വെയിലും ഉണ്ടാവില്ല. നമുക്കൊരുപാട് നടന്ന് കാണാൻ മാത്രമുണ്ട്. ഈ പാർക്കിന് ഓക്സിജൻ പാർക്ക് എന്താ പേര് വന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരുപാട് മരങ്ങളും ചെടികളും ഭംഗിയുള്ള കാഴ്ചകളും ഉണ്ട്. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഓക്സിജൻ പാർക്ക് എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അടുത്ത കാലത്തൊന്നും ഞാൻ രാവിലെ ഈ ഭാഗത്ത് വന്നിട്ടില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടില്ല അവിടെ നടക്കാൻ വന്നത്. ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ മരങ്ങളും കാഴ്ചകളും ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മോർണിംഗ് വാക്കിനൊരു മടുപ്പ് ഉണ്ടാവില്ല ഇതിലേ വന്നാൽ. പ്രത്യേകിച്ച് എന്നെപ്പോലെ നിങ്ങൾ പ്രകൃതിയും കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കുറേ മരങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കിളികളും അവരുടെ ചെറിയ ചെറിയ കൂടുകളൊക്കെ ഉണ്ടായിരുന്നു മരത്തിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഫീലായിരുന്നു. ഫുള്ള് പക്ഷികളുടെ ഒരു കളകള ശബ്ദമായിരുന്നു. പിന്നെ അവിടെ കണ്ട ബ്യൂട്ടിഫുള്ളായിട്ടൊരു കാഴ്ചയാണ് ഈ ഒരു മരവും. അതിൽ നിറയെ പൂവും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാനവിടെ ചുറ്റിപ്പറ്റി കുറച്ചവിടെ നിന്ന് പൂക്കളൊക്കെ തൊട്ടിട്ട് ബാക്കി അങ്ങോട്ട് നീങ്ങി. ഒരു ഫ്രൈഡേ രാവിലെയാണ് ഞാനിവിടെ വന്നത്. ഈ ഒരു കാഴ്ചയും ഇതൊക്കെ കണ്ട് അവിടെ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തപ്പോൾ അന്നത്തെ ഡേ ഫുള്ള് ഫ്രഷ് ആവാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം മതി. ആവശ്യത്തിലധികം ഓക്സിജൻ പാർക്കിൽ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഇതാ ഞാൻ തിരിച്ചു പോയത്. തിരിച്ച് നടക്കുമ്പോൾ കണ്ട് നല്ല സുന്ദരിയായൊരു പക്ഷിയുണ്ട് ഇവിടെ. ഒന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പിറകിലേ നടന്ന് വീഡിയോ എടുത്തതിൻ്റെ. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓക്സിജൻ പാർക്കും അവിടെയുള്ള കിളികളും ഈ ഒരു ആംബിയൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ ലൈക്ക് അടിക്കാൻ മറക്കില്ലേ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.